സഹോദരങ്ങളെ, മുദ്ര ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പണ്ഡിതന്മാരെ കുറിച്ചാണ്. ഏകദേശം ഒരു 10 പണ്ഡിതന്മാരാണ്. അവർ യുക്തിവാദികളാണ്. അപ്പൊ അവർക്ക് മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ ഇതൊന്നും അവർക്കും അറിയത്തില്ല, മനുഷ്യർക്കും അറിയത്തില്ല. പക്ഷെ ഒരു പണ്ഡിതന്മാരാണ്. ഏതിനകത്ത പണ്ഡിതന്മാരാണെന്ന് അറിയാമോ? അത് പിന്നെ ഈ ഖുർആനും ഹദീസും ഒക്കെ ഭയങ്കര പാണ്ഡിത്യത്തിൽ പഠിച്ച് മനസ്സിലാക്കിയവരാണ്. ഇന്നുള്ള ഈ സമൂഹത്തിലുള്ള എല്ലാ മതപണ്ഡിതന്മാരും ഇസ്ലാമിക യഥാർത്ഥ പണ്ഡിതന്മാർക്കൊന്നും ഒന്നും അറിഞ്ഞുകൂടാ. അവരൊന്നും ഇവരൊന്നും പഠിച്ചിട്ടുമില്ല. അപ്പൊ അത് മുസ്തഫ അദ്ദേഹത്തിന്റെ ഒന്ന് കേൾക്കണം. സ്ത്രീവിരുദ്ധമായ സ്ത്രീയെ രണ്ടാം കിട പൗരന്മാരായി മാത്രം ഉൾക്കൊള്ളുന്ന പുരുഷന്മാർക്ക് അടിമ എന്ന അർത്ഥത്തിൽ പുരുഷന്മാരുടെ കീഴിൽ മാത്രം ജീവിക്കേണ്ടുന്ന വിദ്യാഭ്യാസപരമായോ പിന്നെ മറ്റ് ഏതെങ്കിലും നിലക്ക് ആവിഷ്കാരത്തിലോ ഒരിക്കലും മുന്നോട്ട് വരാൻ പാടില്ലാത്ത അവരുടെ നടത്തവും അവരുടെ ഇരുത്തവും അവരുടെ സകല സംഗതികളും പുരുഷന്മാർ ഡിസൈൻ ചെയ്യുന്നത് പോലെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു നാം അനുഭവപ്പെടുന്ന ഒരു പ്രസന്റ് ഇസ്ലാം ഉണ്ട് നമ്മുടെ മുന്നിൽ. അത് വെച്ചുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത് ഇസ്ലാം അങ്ങനെയല്ലേ, ഇസ്ലാം ഇങ്ങനെയല്ലേ എന്ന്. എന്നാൽ അതിനപ്പുറത്ത് മറ്റൊരു ഇസ്ലാം ഉണ്ട്. അത് മുഹമ്മദ് നബിയുടെ ഇസ്ലാമാണ്. അത് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമാണ്. ഈ രണ്ട് ഇസ്ലാമും തമ്മിൽ അജഗജാന്തരമുണ്ട്. അത് മൈസൂറും മൈസൂർ പാക്കും പോലുള്ള ബന്ധമാണ്. എന്ന് വെച്ചാൽ യാതൊരു അപ്പം കേട്ടല്ലോ. ഇനിയിപ്പോ ഇയാളെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ ഇദ്ദേഹം എന്ന് പറയുമ്പം എന്താണെന്ന് അറിയാമോ? ഒരു അതായത് മുനാഫിക്കിന്റെ ഒരു പണ്ഡിതനാണ്. ഇപ്പം ഇവിടെ വന്ന് ഇത് പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവിന്റെ ആളാണോ? അതുമല്ല, അത് വേറൊരു വിഷയമാണ്. അത് സഹോദരൻ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ്. അതിപ്പോ ഇവിടെ പറയുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കുത്തുബ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കയറിയിരുന്ന് പ്രസംഗിക്കാറുണ്ട്. എന്നിട്ട് അടിക്കുറിപ്പ് കുത്തുബ എന്നൊക്കെ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്, കുത്തുബ എന്നൊക്കെ. അപ്പം അണികൾ വല്ല മുമ്പിലുണ്ടോ? അത് പോയി നോക്കിയെങ്കിലേ അറിയാവൂ. അപ്പൊ ഇതിന്റെ പുറകെ കൂടെ ഒക്കെ ഇങ്ങനെ ഒരാളെ എങ്ങനെ കടത്തിവിടും? അതൊക്കെ ഒരു ഹിക്മത്താണ്. അപ്പൊ ഒരു 10-25 വർഷത്തിന് മുമ്പ് ഈ ഖുർആൻ ഹദീസ് പരിഭാഷയൊന്നും ഇറക്കിയിട്ടില്ല. അപ്പം പിന്നീട് അത് പിന്നെ പണ്ഡിതന്മാരൊക്കെ വിചാരിച്ചു വിശ്വാസികൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനുള്ള എളുപ്പം. എല്ലാവരും പോയി അറബിക്കിന് ഭയങ്കര ക്വാളിഫിക്കേഷൻ നേടിയവരല്ല, അപൂർവമാണ്. അപ്പൊ സാധാരണക്കാർക്കൊക്കെ ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഈ ഖുർആനെയൊക്കെ ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പരിഭാഷപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതിന് ഒരു വിശ്വാസികൾക്കൊക്കെ ഒരുപാട് ഗുണമായി, സംശയമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള സാഹചര്യം വന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് പേര് ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് കടന്നു വന്നു. ഇതൊക്കെ ഒരു നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഇവന്മാരുടെ കുറെ എണ്ണത്തിന്റെ പരിപാടികൾ അത് ഒരു PhD എടുത്തവരാണ്. നമ്മളെ മുസ്ലിം പണ്ഡിതന്മാർക്ക് കിട്ടാത്ത യോഗ്യതയൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. PhD എടുത്തിട്ടുണ്ട്. വർഗീയതയും അതുപോലെ ജനങ്ങളെ, ഒരു സമൂഹത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ ഭിന്നിപ്പിക്കാനും അതിനൊക്കെ ശ്രമിക്കുന്ന ശ്രമമാണ്. അത് നടക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ അനുയായികളൊന്നും ഇല്ല. ആകെ ഒരു കൊല്ലം ജില്ലയെ പരിശോധിച്ചാൽ 2-3 പേരാ. പണ്ടൊക്കെ ഇവര് ഈ ഖുർആൻ പരിഭാഷ ഇറങ്ങുന്നതിന് മുമ്പ് ഇവരെ പരിപാടി എന്താണെന്ന് അറിയാമോ? ഏതെങ്കിലും കമ്പോളത്തിലൊക്കെ വരും, ചെറിയൊരു മൈക്കൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് അത് ഖുർആനെ കുറിച്ചൊന്നും വിശദീകരിച്ച് പറയാനൊന്നും ഉള്ള അറിവൊന്നും ഇല്ലെന്ന്. കാര്യം പരിഭാഷ ഇല്ല. അതുപോലെ തന്നെ ഹദീസിനെ കുറിച്ചൊന്നും പറയാനുള്ള അറിവൊന്നും ഇല്ല, പരിഭാഷ ഇല്ലാത്തതുകൊണ്ട്. അത് കാരണം മതത്തെക്കുറിച്ച് അനാചാരം ദുരാചാരം എന്നൊക്കെ കുറച്ച് പറയും. അപ്പൊ അങ്ങും ഇങ്ങുമൊക്കെ 3-4-5 ആൾക്കാരും 2 പട്ടികളൊക്കെ വന്ന് ഇങ്ങനെ കേൾക്കും. കേട്ടിട്ട് അവര് ഇവനൊക്കെ എന്താ പറയുന്നതെന്നും പറയുന്നുണ്ട് തെറിയും വിളിച്ചുകൊണ്ട് വളർന്നു പോകുന്നത്. നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അന്നൊക്കെ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇവർക്ക് അതിനുശേഷം ഈ മീഡിയ ഒക്കെ ഇറങ്ങിയപ്പം, പരിഭാഷ ഇറങ്ങിയതിന് ശേഷം അത് മീഡിയ ഒക്കെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴെന്തായി? അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. വായിച്ചിട്ട് മീഡിയയിൽ കയറി നല്ല അനുയായികളൊന്നുമില്ല. കുത്തുബ എന്നൊക്കെ പറഞ്ഞാൽ റൂമിൽ എന്ന് പറയുന്ന കാര്യങ്ങളാ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പിന്നെ 2 യുക്തിവാദികളെ പിടിച്ചു വേണമെങ്കിൽ ഇനി ഇത് കേട്ടാൽ ചിലപ്പോൾ മുമ്പ് ഇരുത്തി സംസാരിക്കും. അത് വേറെ ഒരു വിഷയം. ജാമിത എന്ന് പറഞ്ഞ ഒരു നരകം ഉണ്ടല്ലോ, ചാണകം. ആ ചാണകം ഇതണക്ക് കുറെ യുക്തിവാദികളെ കൊണ്ടിരുത്തിട്ട് ജുമ നടത്തിയായിരുന്നു. അതോടുകൂടി തകർന്നും പോയി. ഇപ്പൊ മീഡിയ കിടന്ന് തെണ്ടുക, അത് വേറൊരു വിഷയം. അപ്പം സംഗതി എന്ന് പറയുമ്പം ഇവര് ഈ പരിഭാഷ ഇറങ്ങിയതിന് ശേഷം ഇവരുടെ പരിപാടി മീഡിയയിലാണ് ഇവരുടെ പ്ലാറ്റ്ഫോമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ വന്നും കൊണ്ട് ഇയാളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ആയത്തും അങ്ങോട്ട് ഓതാറുണ്ട്, ഹംദും സലാത്തും ഒക്കെ ചെല്ലും. അതിപ്പോ ജൂതന്മാർക്കും കഴിയുന്ന കാര്യമാണ്. എന്നോടൊപ്പം സൗദി അറേബ്യ ജോലി ചെയ്ത ഈജിപ്തിലുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. അവര് സുന്ദരമായിട്ട് അറബ് സംസാരിക്കുന്നവരാണ്, ഖുർആൻ എടുത്തു വെച്ച് ഓതുന്നവരാണ്, വായിക്കുന്നവരാണ്, ഹദീസ് കണ്ടു കഴിഞ്ഞാൽ വായിക്കുന്ന അവരുടെ ഭാഷയാണ്. അതുകൊണ്ട് അവർക്കെല്ലാം അറിയാം. മനസ്സിലല്ലേ? ഇവർ എൻ്റെ കൂടെ സ്കൂളിൽ തന്നെ പഠിച്ചത് 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ വന്ന ഒരു പിന്നെ ഹിന്ദു കുട്ടിയുണ്ട്. അവൾ അറബ് പഠിച്ചോളാണ്. അറബ് ക്ലാസ്സിനുണ്ട് പറയാം. നമ്മളെക്കാളും നന്നായിട്ട് എഴുതിയൊക്കെ ചെയ്യും. പിന്നെ 4 കഴിഞ്ഞപ്പോൾ അവൾ വേറെ പോയി, ഞാൻ വേറെ പോയി, സെക്ഷൻ മാറി.
അപ്പൊ ഇതാണ് സംഭവിച്ചിട്ടുണ്ട്. ഇതിന് വലിയ കാര്യമല്ല ഭാഷ പഠിക്കല്. അപ്പൊ ഇയാളെ ഈ പരിഭാഷ എടുത്ത് വെച്ചും കൊണ്ട് എന്താ ചെയ്യുന്നത്? ഇവർ മൊത്തം തെറ്റിദ്ധരിപ്പിക്കലാണ്. ഈ പരിഭാഷ ഇറക്കിയത് സത്യവിശ്വാസികൾക്ക് കാര്യം മനസ്സിലാകാനാ, പക്ഷെ ഇവർ തെറ്റിദ്ധരിപ്പിക്കല. അപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ സൂറത്തിൽ മാഊൻ എന്ന് പറഞ്ഞ സൂറത്തുണ്ട്. ഇതിനകത്ത് ഇപ്പൊ വൈലുലിൽ മുസല്ലീൻ എന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം? നമസ്കാരക്കാരന് നാശം എന്നാ പറയുന്നത്. അപ്പം കണ്ടോ ഖുറാൻ പറഞ്ഞു. അപ്പൊ യുക്തിവാദികൾ എന്താ ആ ഒരു ആയത്ത് മാത്രം അങ്ങോട്ട് എടുത്തുകൊണ്ടതാ ഖുറാനിൽ പറഞ്ഞു നമസ്കാരക്കാരന് നാശം. പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ നിങ്ങൾ നിസ്കരിക്കുന്നത്? അള്ളാഹ് തന്നെ പറയില്ലേ നമസ്കാരക്കാരന് നാശം. ഇത് നിസ്കരിക്കാത്തല്ലേ നല്ലത്, നാശത്തിൽ നിന്ന് മാറി കിട്ടുമല്ലോ. ഇതാണ് തെറ്റിദ്ധരിപ്പിക്കല്. എന്നാൽ എന്താ പറയുന്നത്? അല്ലദീന ഹുമാൻ സലാത്തിഹിം സാഹൂൻ എന്നാ പറഞ്ഞു. അപ്പൊ ഏത് നമസ്കാരക്കാരനാ നാശം? അവന്റെ നമസ്കാരത്തിൽ, ആ പ്രവൃത്തിയിൽ അവന് ശ്രദ്ധയില്ല, അവൻ അശ്രദ്ധനായിക്കൊണ്ടാണ് നമസ്കരിക്കുന്ന, അവന്റെ ഹൃദയത്തിനകത്തൊരു തഖ്വയില്ല, അള്ളാഹുവിലേക്ക് എത്തുന്നില്ല നമസ്കാരം. അങ്ങനെ എത്തിക്കാത്തവന്റെ കഴിയാത്തവന്റെ നമസ്കാരം നാശം എന്ന് പറയും. അപ്പൊ അതങ്ങ് വിട്ടോ, ഈ ഭാഗം മാത്രം എടുക്കും. അപ്പൊ വൈലുൽ മുസല്ലീൻ എന്നുള്ള ഭാഗം മാത്രം എടുത്തിട്ട് നമസ്കാരം നാശം. ഇതേണക്കാണ് ഹദീസുകളിലും ആയത്തുകളിലൊക്കെ കാണിക്കുന്ന വിളയാട്ടം. ഇതിപ്പോ ഒന്നും അറിയാത്ത സാധാരണക്കാരൻ ഇത് കേൾക്കുമ്പം, മീഡിയ തുറന്ന് കേൾക്കുമ്പോൾ ഇത് ശരിയാണോ എന്ന് തോന്നും. ആർക്കായി ശരിയാണോ എന്ന് തോന്നുന്നത്? ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത, ആ അള്ളാഹു എന്താണെന്ന് ഉൾക്കൊള്ളാത്ത, അധികവും മറ്റുള്ള ഈ ദുരാചാരങ്ങളിലൊക്കെ മുങ്ങി കിടക്കുന്നവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു മനസ്സിനകത്ത് ഇബിലീസും കൂടി ഇട്ട് കൊടുക്കും പണി. അപ്പൊ അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അവർക്ക് ഒന്നുമില്ലാതെ പറഞ്ഞ് ഇപ്പൊ നടക്കുന്നവരുണ്ട് ഇവരെ പോലെ. അപ്പൊ ആ ഒരു അവസ്ഥയിലോട്ടാണ് ഇവർ ജനങ്ങളെ, അത് അധികമൊന്നുമില്ല. ഇവരെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പൊ ഈ മീഡിയ അതിൽ നിന്ന് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കുറച്ച് കിട്ടുന്നതാണ്, അല്ല വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇവരെയൊക്കെ ഞാനിപ്പോ ഇത് പറയാൻ കാരണം തിരിച്ചറിയണം, ഇവരൊക്കെ ആരാണെന്നുള്ളത് തിരിച്ചറിയണം. അപ്പൊ ഇവര് പിന്നെ വളരെ ചെന്നായി മറ്റേ ഇസ്ലാമിന്റെ വേഷവും ധരിച്ചു വന്നിട്ട് ഇസ്ലാമിൽ കടന്നുകൂടിക്കൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഷിയായിസം അങ്ങനെ ആയിരുന്നല്ലോ. അബ്ദുള്ള ഇബ്നു സബാഹ് എന്ന് പറഞ്ഞ ഒരു ജൂതൻ മുസ്ലിം ധാരിയായിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് ജനങ്ങളുടെ ഭിന്നിപ്പുണ്ടാക്കിയത്. അതാണ് ഈ ഷിയായിസം എന്ന് പറയുന്നത്. അപ്പൊ അത് വേറെ വിഷയമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ഇവരെ ഒക്കെ ഒന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞത്. ഇവരുടെയൊക്കെ പണികൾ എന്ന് പറയുമ്പം ജനങ്ങൾ കേൾക്കുമ്പം ഇതേണൊക്കെ തോന്നിപ്പോവും. ഒരിക്കൽ ഇയാളെ ഒരു കുത്തുബ എന്ന് പറഞ്ഞ ഒരു പ്രസംഗം എടുത്തിട്ട് എൻ്റെ ഒരു മരുമകള്, അവള് ഇപ്പൊ ഈ പിന്നെ കെമിസ്ട്രിക്ക് PhD ഒക്കെ എടുത്തോളാം. പക്ഷെ അവള് ഇതിന് കേട്ടപ്പം തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്നെ വിളിച്ച്, മാമ ഇതേണക്കൊക്കെ ഒരു മൗലവി പറയുന്നല്ലേ, മുസ്തഫ മൗലവി പറയുന്നല്ലേ എനിക്ക് ഇട്ട് തന്നു. ഞാനൊന്ന് കേട്ടപ്പോഴാണ് തോന്നിയത്. ഞാൻ പറഞ്ഞു കൊടുത്ത മോളെ ഇത് യുക്തിവാദിയാണ്, ഉള്ളി ഒളിപ്പിച്ച് വെച്ചും കൊണ്ട് പാലെടുത്ത് കാണിക്കുന്ന ആൾക്കാരാ ഇവരിൽ. ഒരു 3-4 പേരുണ്ട് മീഡിയയിൽ കിടന്നും കൊണ്ട്. വേറെ ഉണ്ട് പിന്നെ ഒരു ജബ്ബാർ അണ്ണൻ, ഇങ്ങനൊക്കെ പറയാം, ഹാരിഫ് അണ്ണൻ, ഇങ്ങനൊക്കെ പറയുന്ന കുറെ അണ്ണന്മാരുണ്ട്. അപ്പൊ അവരൊന്നും പറയുന്ന കേട്ടുകൊണ്ട് നീ തെറ്റിദ്ധരിക്കണ്ട. ഖുർആനൊക്കെ ഉണ്ടല്ലോ, ഹദീസ് ഉണ്ടല്ലോ, അതെടുത്ത് വായിച്ചു പഠിക്കും. വേണ്ട, ഹദീസ് പണ്ഡിതനാണ്, ഖുർആൻ പണ്ഡിതനാണ്. കേട്ടാ അങ്ങനൊക്കെ തോന്നിപ്പോവും. ഈ ഭാഷ പഠിക്കാൻ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ പഠിച്ച കുറെ ആൾക്കാരുണ്ട്. ആ അമുസ്ലിങ്ങളായ ടീച്ചർമാർ അറബിക്ക് ഇപ്പൊ സ്കൂളുകളിൽ പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് പരിചയമുണ്ട്. അപ്പം അതൊരു വലിയ കാര്യമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്. ഇവന്മാര് ഈ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കുരയ്ക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണും, അങ്ങനെ കുറച്ച് വരുമാനം ഉണ്ടാക്കുക എന്നതാണ്. പുറത്തിറങ്ങി എന്ന് പറയത്തില്ല. പുറത്തിറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കാൻ കാണത്തില്ല. ഒരു പേര് കെട്ടി പറയത്തില്ല, ആരും കാണത്തില്ല കേൾക്കാൻ. അതാണ് മറ്റൊരു വിഷയം. ഇവന്മാര് സാമൂഹികമായിട്ട് എന്ത് ബാധ്യതയുള്ളത്? എന്തെല്ലാം ദുരിതങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ ഈ കേരളത്തിൽ എന്തെല്ലാം ദുരിതങ്ങൾ, സുനാമി വന്ന്, പിന്നെ കാലവർഷത്തിന്റെ കെടുതി, അങ്ങനെ പലതും വന്ന്. ഇവന്മാരാരെങ്കിലും ഒരു 10 യുക്തിവാദികൾ ഇപ്പൊ അങ്ങാണ്ടുണ്ട്, ഇവന്മാരൊന്നിച്ചിറങ്ങിക്കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തിരുന്നാൽ അത് സർക്കാർ ചെയ്തോളൂ എന്ന് പറയും. ഞങ്ങളെ പണി എന്തുവാ? അത് മുസ്ലിങ്ങളെ എങ്ങനെ ഇട്ട് കിളക്കുക, അന്നേരം ഞങ്ങൾക്ക് കുറെ വരുമാനം കിട്ടാതെ തിന്ന് ജീവിക്കുക. ഇതാണ് ഇവനൊരു മുനാഫിക്കാണ് ഈ മുസ്തഫ എന്ന് പറയുന്നവൻ. തനി മുനാഫിക്കിന്റെ ലക്ഷണം ഇവനിലുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ അടുത്ത ഒരു വീഡിയോ ഇറക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ജബ്ബാറണ്ണൻ, അത് വേറൊരു പണ്ഡിതനാണ്, ഇറക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദയവ് ചെയ്ത് മുസ്ലിം സഹോദരങ്ങളെ, ഒന്നാമത് നിങ്ങൾ ഇവരെ കാണുമ്പോൾ തന്നെ അടിച്ചുവിടുക, കാണാതിരിക്കുക, ഇവർക്ക് കമന്റ് എഴുതാതിരിക്കുക. നിങ്ങളെ ഉള്ള ഈമാനും കൂടെ ഇബിലീസും കൂടെ ഇവരെ കൂടെ ചേരും. ഇബിലീസിന്റെ ആൾക്കാരാണല്ലോ, ചേർന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കും. അത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇൻഷാ അള്ളാഹ് കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ മനുഷ്യന്റെ മുമ്പിൽ വെച്ചത് അത് പഠിച്ച് മനസ്സിലാക്കി
മുമ്പോട്ട് പോകാൻ അഭ്യർത്ഥിക്കുകയാണ്. പടച്ചോൻ ഹൈറാക്കട്ടെ. അസ്സലാമു അലൈക്കും.